കൃഷ്ണമണി പോലെ നോക്കണമല്ലേ? നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് കണ്ണ്. നിറങ്ങളും വെളിച്ചവും ചുറ്റുമുള്ളവയൊക്കെ കാണുക എന്നതിലുപരി കണ്ണുകൾ ആരോഗ്യത്തിന്റെ പ്രതിഫലനം കൂടിയാണ്. കണ്ണിനൊരു ചെറിയ മൂടൽ പോലും വരുമ്പോൾ നമ്മൾ പറയുന്നത് കണ്ണിന്റെ പ്രശ്നമാണെന്നാകാം. എന്നാൽ അല്ല. നമ്മുടെ കണ്ണുകളിലെ മാറ്റങ്ങൾ എപ്പോഴും കാഴ്ചയുമായി ബന്ധപ്പെട്ട് മാത്രമുള്ളവയാകണമെന്നില്ല. അവ പോഷകാഹാരക്കുറവ്, ജീവിതശൈലി രോഗങ്ങൾ, തലച്ചോറിലെ പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് പോലും സൂചന നൽകാറുണ്ട്. കണ്ണുകളിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ചില രോഗങ്ങളെക്കുറിച്ച് വരെ അറിയാൻ സാധിക്കും. പ്രമേഹം റെറ്റിനയിലെ ചെറിയ രക്തക്കുഴലുകളെയും കണ്ണിന് പിൻഭാഗത്തുള്ള പ്രകാശ സംവേദകക്ഷമതയുള്ള പാളിയെയും തകരാറിലാക്കും. ഈ അവസ്ഥയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. ഇത് കാഴ്ച മങ്ങലിനും കറുത്ത പാടുകൾ ഉണ്ടാകുന്നതിനും തുടങ്ങി ദീർഘകാല അടിസ്ഥാനത്തിൽ അന്ധതയ്ക്കും വരെ കാരണമാകാറുണ്ട്. ഹൈപ്പർ ടെൻഷൻ എന്നുകൂടി അറിയപ്പെടുന്ന ഉയർന്ന രക്തസമ്മർദ്ദം കണ്ണുകളിലെ രക്തക്കൊള്ളുകളിലെ മാറ്റങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഹൈപ്പർ ടെൻസീവ് റെറ്റിനോപ്പതി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് കാഴ്ച പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. കൂടാതെ ഹൃദയം, വൃക്കകൾ തുടങ്ങി മറ്റ് അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതിന് മുന്നറിയിപ്പ് കൂടിയാണിത്. മങ്ങിയ കാഴ്ച, തലവേദനയോ കണ്ണുവേദനയോ, കണ്ണിൽ ചുവപ്പ് അല്ലെങ്കിൽ നീർവീക്കം ഇവയൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാകാം. ഇത്തരം ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ഡോക്ടർമാരുടെ സഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. റെറ്റിനയിലെ രക്തക്കൊള്ളുകൾ പരിശോധിച്ചാൽ ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് അറിയാൻ സാധിക്കും. ഗ്ലോക്കോമ കണ്ണിനുള്ളിലെ ഉയർന്ന മർദ്ദം മൂലം ഒപ്റ്റിക് നാഡികൾക്ക് കേടുപാടുകൾ വരുത്തുന്ന ഒരു കൂട്ടം നേത്രരോഗമാണ് ഗ്ലോക്കോമ. ചികിത്സിച്ചില്ലെങ്കിൽ ഇത് കാഴ്ച നഷ്ടപ്പെടാനും അന്ധതയ്ക്കും വരെ കാരണമാകുന്നു. രോഗം നേരത്തെ കണ്ടെത്തിയാൽ ചികിത്സകളിലൂടെയും മരുന്നുകളിലൂടെയും രോഗത്തിന് മാറ്റമുണ്ടാകും. വിളർച്ചയും മറ്റ് രക്തവൈകല്യങ്ങളും കണ്ണുകൾ വിളർച്ചയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് സൂചന തരും. കൺപോളകളിലെ വിളറിയതോ റെറ്റിനയിലെ അസാധാരണമായ രക്തക്കുഴൽ പാറ്റേണുകളോ ഒക്കെ ചുവന്ന രക്താണുക്കളുടെ എണ്ണം കുറയുന്നതിനെ സൂചിപ്പിക്കാം. കണ്ണുകൾക്ക് ഇളം മഞ്ഞ നിറം, ചുവന്നതോ വീർത്തതോ ആയ കണ്ണുകൾ ഇവയൊക്കെ വിളർച്ചയുടെ ലക്ഷണങ്ങളാണ്. കണ്ണിന്റെ മാറ്റങ്ങൾ നിസ്സാരമായി തള്ളിക്കളയാതെ കൃത്യമായ ചികിത്സ നൽകേണ്ടത് അനിവാര്യമാണ്.